കൂടുതലായും പറയുന്നത്. വൃന്ദ. ശരി അഭിന. നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ മുകേഷ് MLA കുറ്റക്കാരനെന്ന് കണ്ടെത്തൽ. മുകേഷ് MLAക്കെതിരെ വടക്കാഞ്ചേരി പോലീസ് കുറ്റപത്രം നൽകി. വടക്കാഞ്ചേരി കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ഇപ്പോൾ മുകേഷ് MLA കുറ്റക്കാരനെന്ന് കണ്ടെത്തി ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? 2011 ഈ പരാതിക്ക് അടിസ്ഥാനമായ അല്ലെങ്കിൽ കേസിന് അടിസ്ഥാനമായ സംഭവം ഉണ്ടാകുന്നത്. വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള വാഴാലിക്കാവിൽ ഒരു സിനിമാ ചിത്രീകരണം നടന്നിരുന്നു. ഈ കാലയളവിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു നടിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് നടിയോട് അപമര്യാദയായി ലൈംഗിക അതിക്രമം നടത്തിയെന്ന് കാണിച്ചാണ് ഈ നടി വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ സംഭവം നടന്ന വർഷങ്ങളായെങ്കിലും പരാതി ഈ അടുത്താണ് നടി വടക്കാഞ്ചേരി പോലീസിൽ നൽകിയത്. അതുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി പോലീസ് മുകേഷിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയും ഒക്കെ ചെയ്തു. ആ സംഭവത്തിലാണ് ഇപ്പോൾ വടക്കാഞ്ചേരി പോലീസ് മുകേഷിനെതിരെ വടക്കാഞ്ചേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിൽ മുകേഷ് കുറ്റക്കാരനാണെന്നുള്ളൊരു കണ്ടെത്തൽ കൂടിയുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സിനിമാ നടികളുടെ വിവാദ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് നിരവധി സിനിമാ നടികൾ രംഗത്ത് വന്നിരുന്നു. ആ സമയത്താണ് ഒരു സംഭവം കൂടി വെളിച്ചത്ത് വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതേ നടി തന്നെ മരട് പോലീസിലും സമാന രീതിയിൽ മുകേഷിനെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതിലും മരട് പോലീസ് മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. മുകേഷിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച പശ്ചാത്തലത്തിലാണ് വടക്കാഞ്ചേരി പോലീസും അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മുകേഷിനെ വിട്ടയച്ചത്. എന്തായാലും ഈ സംഭവത്തിൽ സ്വാഭാവിക നടപടി എന്നോണമാണ് ഇപ്പോൾ വടക്കാഞ്ചേരി പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ കുറ്റക്കാരനാണെന്നുള്ള ഒരു കണ്ടെത്തൽ കൂടിയുണ്ട് എന്നുള്ളൊരു വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വൃന്ദ. ശരി അനീഷ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ DGPക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവന്നു. പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചത് തിരുവമ്പാടി ദേവസ്വം ബോർഡ് ഭാരവാഹികളാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകുന്നതിനായി നടത്തിയ നീക്കമായിരുന്നു ഇതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി തള്ളിയിരുന്നു. അതേസമയം അടിസ്ഥാനരഹിതമായ കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രതിപക്ഷവും പ്രതികരിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് MR അജിത് കുമാർ കൈമാറിയ റിപ്പോർട്ടിന്റെ പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളെ പേരെടുത്ത് വിമർശിച്ചാണ് അജിത് കുമാർ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ നടത്തിയ നീക്കമായിരുന്നു പൂരം അലങ്കോലപ്പെടുത്തലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനാണ് പൂരം അലങ്കോലപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെയും സംസ്ഥാനത്തെ RSSന്റെ പ്രമുഖ നേതാവിന്റെയും പേരുകൾ മൊഴിയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉന്നയിച്ച്